ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പകരം രാത്രി ജഗൻ ഉറങ്ങിക്കിടക്കുമ്പോ നമ്മൾ അവന്റെ മുറിയെ പുറത്ത് നിന്നങ്ങ് പൂട്ടും. നീ അല്പം മയങ്ങിക്കോ. മാധവേട്ടൻ പോവോ? ഏയ്, നിന്നെ തനിച്ചാക്കി ഞാൻ എവിടേക്കും പോവില്ല. ഉറങ്ങിക്കോ. പാവം, ഈ ജന്മം എന്നോടൊപ്പം ഇറങ്ങി വന്ന് അനുഭവിച്ചോളാ ചന്ദ്രു. മനോജന്റെ വീട്ടില് ഹരിതയുടെ പീഡനവും സഹിച്ച് പാവം. ചന്ദ്രു എന്തോ പറയാൻ ബാക്കി വെക്കുന്നത് പോലെ. ഒരുമിച്ചുള്ള ജീവിതം ഇനി നടക്കില്ല എന്ന ഉള്ളറിവ് അവൾക്കുണ്ടാവോ? വീണ്ടും ഹരിതയുടെ വീട്ടിലേക്ക് ഒരു തിരിച്ചുപോക്കുണ്ടാകാം എന്ന ഭീതി അവളെ തളർത്തുന്നുണ്ടോ? അപ്പച്ചി ആരെയായി നോക്കുന്നേ? നീയാണോ എന്നെ വിളിച്ചത്? അതെ. നീ എന്തിനാടി അലറി വിളിച്ചത്? അപ്പച്ചി അലറി വിളിച്ചപ്പോ ഞാനും വിളിച്ചു പോയതാ. ഇന്നലെ രാത്രി രക്തദാഹിയായ ഒരു പ്രേതം വന്ന് എന്നെ വല്ലാതെ പേടിപ്പിച്ചു. പ്രേതത്തെ സ്വപ്നം കണ്ട് കിടക്കുകയായിരുന്നു. ഒരു ഭീകര രൂപിയായ പ്രേതം വന്ന് എന്നെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ നോക്കിയടി. അപ്പച്ചിയെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ പോന്ന ഏത് പ്രേതോ ഈ നാട്ടിലുള്ളത്? വിട്ടേക്ക് അപ്പച്ചി. അല്ല, അപ്പച്ചി ഇന്ന് രാത്രി വന്ദനയുടെ മുറിക്ക് കാവലിരിക്കാൻ പോകുന്നില്ലേ? അവളുടെ മുറിക്ക് കാവലിരുന്നില്ലെങ്കിലേ നമ്മുടെ പദ്ധതിയൊക്കെ ചീറ്റിപ്പോവും. പറഞ്ഞേക്കാം. ചീറ്റുന്നെങ്കിൽ ചീറ്റട്ടെ. ഏതെങ്കിലും ഒരു മന്ത്രവാദിയെ കൊണ്ട് ഏലസ് ജപിച്ച് കിട്ടുന്നത് വരെ ഞാൻ പുറത്തിറങ്ങുന്ന പ്രശ്നമില്ല. അതുവരെ വന്ദനയുടെ മുറിക്ക് നീ കാവലിരിക്കണം. കൊള്ളാം, നല്ല കഥയെ. പ്രേതത്തിന് എന്നെ തന്നെ ഇട്ടുകൊടുക്കാൻ അപ്പച്ചിയുടെ പദ്ധതിയല്ലേ? നടക്കില്ല അപ്പച്ചി. ഞാൻ കാവലെടുക്കാനൊന്നും ഇല്ല. എടി, ഒരു വഴി കിട്ടിയടി. ഇനി മുതൽ ആരും കാവലിരുന്ന് ഉറക്കം കളയണ്ട. പകരം
രാത്രി ജഗൻ ഉറങ്ങിക്കിടക്കുമ്പോ നമ്മൾ അവന്റെ മുറിയെ പുറത്ത് നിന്നങ്ങ് പൂട്ടും. എന്നിട്ട് വെളുക്കുന്നതിന് മുമ്പ് ചെന്ന് തുറക്കുകയും ചെയ്യാം. എന്തു പറയുന്നു? നേരം വെളുക്കുമ്പോഴേക്കും ജഗൻ ഉറക്കം ഉണർന്ന് പുറത്തിറങ്ങാൻ പാടുപെടും. അഥവാ അതിനു മുമ്പ് വന്ദനെ കാണാൻ വേണ്ടി ജഗൻ വന്ന് മുറി തുറക്കാൻ ശ്രമിച്ച പൂട്ടിയിട്ടിരിക്കുന്ന മുറി തുറക്കാൻ പറ്റില്ലല്ലോ. എങ്ങനുണ്ടടി എന്റെ ബുദ്ധി? സമ്മതിച്ചിരിക്കുന്നു അപ്പച്ചി. മുറി പൂട്ടിയത് നമ്മളാണെന്ന് ഒരിക്കലും ജഗൻ അറിയാൻ പോകുന്നില്ല. വന്ദനയോടൊപ്പം ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കിടന്നുറങ്ങണമെന്ന ജഗന്റെ പൂതി നടക്കാനും പോകുന്നില്ല. ചന്ദ്രികാമ്മ തൽക്കാലം മരുമകളിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ മകൻ അവരെ കയ്യേക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അറുപിശുക്കനും മനുഷ്യത്വം ഇല്ലാത്തവനുമാണ് അവരുടെ മകൻ പ്രകാശൻ. അച്ഛനമ്മമാരെക്കാളും ഭാര്യയെക്കാളും ഒക്കെ അവന് വലുതായിട്ടുള്ളത് പണമാണ്. അല്ല, ചന്ദ്രിയമ്മയ്ക്ക് ഭർത്താവിന്റെ ഒപ്പം പോയി കഴിഞ്ഞാ പോരെ എന്ന് എനിക്ക് തോന്നുന്നില്ല. ചന്ദ്രികാമ്മയെ കാണുമ്പോ തന്നെ അവന് കലിയിളകും. രണ്ടുപേർക്ക് ചെലവിന് കൊടുക്കുന്ന പണത്തിന്റെ ഒരു വലിയ കണക്കായിരിക്കും പിന്നീട് എന്റെ മരുമോൻ വിളിച്ചു കൂവുന്നത്. ചന്ദ്രികാമ്മയെ കൂട്ടിക്കൊണ്ട് ചെന്നതിന്റെ പേരിൽ സുചിത്ര മോൾക്ക് പീഡനം ഉറപ്പാ. എന്തായാലും വേണ്ടില്ല. ചന്ദ്രികാമ്മയെ മോൻ വീട്ടിൽ നിന്ന് ഇറക്കി വിടാതിരുന്നാൽ മതിയായിരുന്നു. കൊട്ട